പാതിരാത്രിയിൽ ഷാനവാസും അക്ബറും അടികൂടിയതിന് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. രണ്ടു പേർക്കും വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. കൺഫെഷൻ റൂമിൽ ചെന്നിട്ടും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ചെല്ലുന്ന വഴിക്ക് തന്നെ അക്ബർ പറയുന്നുണ്ട്, എന്തൊരു കഷ്ടമാണ് ബിഗ് ബോസ് ഈ ഷാനവാസിന്റെ കാര്യം എന്ന് പറഞ്ഞ് ഷാനവാസിനെ ഒന്ന് കളിയാക്കുന്ന രീതിയിൽ പറയുന്നു. അപ്പോൾ തന്നെ ഷാനവാസ് തിരിച്ച് പറയുന്നുണ്ട്, ഇവന്റെ വായിലിരിക്കുന്നതും കേട്ടോണ്ട് ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റില്ല ബിഗ് ബോസ് എന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് അതിൽ ഇടപെട്ടിട്ട് നിങ്ങൾ അല്പസമയം ഒന്നും മിണ്ടാതിരിക്കാൻ പറയുന്നു. പക്ഷേ ഇവർ അതൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതൊന്നും ശ്രദ്ധിക്കാതെ ഇവരുടെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നേരെ ഒരു ഫിസിക്കൽ അസോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് ഞാനാണ് പറയേണ്ടത്, അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആങ്ങളെ കളിച്ചുകൊണ്ട് വരുമല്ല ചെയ്യേണ്ടതെന്ന് ഷാനവാസിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഇങ്ങനെ കാലങ്ങളായിട്ട് ആ ഒരു ഒറ്റ കൊച്ചിനെ ടാർഗറ്റ് ചെയ്താണ് കളിക്കുന്നതെന്ന്, അതായത് അനുമോളെ ടാർഗറ്റ് ചെയ്യുവാണെന്നാണ് ഷാനവാസ് പറയുന്നത്. ഇവരിങ്ങനെ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ബിഗ് ബോസ് തന്നെ കയറി ഇടപെടുന്നു. നിങ്ങളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വയലൻസ് നിറഞ്ഞ പ്രവൃത്തി അതൊരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് വരെ ചെന്ന് എത്തിച്ചേക്കാം. അതുകൊണ്ടാണ് നിങ്ങളെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുതൽ മിണ്ടാതിരിക്കുക എന്ന് അവരുടെ അടുത്ത് പറയുന്നു. മാത്രമല്ല വീട്ടിലെ ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നമൊന്ന് ശാന്തമാകുന്നത് വരെ ലൈറ്റ്സ് ഓൺ ആയിരിക്കുമെന്ന് അവരെ അറിയിക്കുന്നു. അങ്ങനെ കുറേ അധികം നേരം അവർ കൺഫെഷൻ റൂമിൽ വെറുതെ മിണ്ടാതെ ഇരുത്തിയ ശേഷമാണ് ബിഗ് ബോസ് അവരെ ലിവിങ് ഏരിയയിലേക്ക് പറഞ്ഞു വിടുന്നത്. ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് വാൺ ചെയ്തും കൂടെയാണ് അവരെ ലിവിങ് ഏരിയയിലേക്ക് വിടുന്നത്. സാധാരണ രാവിലെ ഉച്ചയ്ക്കൊക്കെയാണ് അടിയുണ്ടാക്കുന്നത്. ഇതിപ്പോൾ രാത്രി 1 മണിക്കൊക്കെയാണ് അടിയുണ്ടാക്കിയിട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.